പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഉയർപ്പിന് ശേഷമുള്ള 5-ാമത്തെ ഞായറാഴ്ച ആചരിക്കുകയാണ്. ഉറ്റിതനായ നാഥൻ തൻ്റെ സാമീപ്യം അറിയിച്ചുകൊണ്ട് 40 ദിവസത്തോളം ശിഷ്യന്മാരുടെ സഞ്ചരിച്ച ആ അനുഭവത്തിൽ നിന്ന് ഞാൻ ലോകാവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന വാഗ്ദാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവിടുന്ന് നിത്യം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു സത്യത്തിന് അടിവരയിടുകയായിരുന്നു. നാം ഇവിടെ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം അഥവാ ദൈവിക വെളിപാടിൻ്റെ രേഖ അവതരിപ്പിക്കുന്നത് പരിപാലിച്ച് വഴി നടത്തുന്ന ഒരു കർത്താവിനെയാണ്. നമ്മൾ ഹൃദയം കൊണ്ട് കണ്ടുമുട്ടേണ്ട ഒരു കാര്യം അതാണ്. പലപ്പോഴും അവ്യക്തതയിലാണ് നമ്മുടെ വിശ്വാസ ജീവിതം പോകുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തെ പരിപാലിച്ച് വഴി നടത്തുന്ന ഒരു ദൈവത്തെ ഹൃദയം കൊണ്ട് കണ്ടുമുട്ടാൻ ഇടയായാൽ നമ്മൾ ആ ദൈവത്തെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന രീതി അവലംബിക്കുകയും അതിൻ്റെ ഫലമായി ദൈവാത്മാവ് നമ്മിൽ കുടികൊള്ളുകയും നമ്മുടെ ജീവിതം സഫലമായി തീരുകയും ചെയ്യും. പക്ഷേ മനുഷ്യന് പലപ്പോഴും അവൻ്റെ വിചാരങ്ങളും ചിന്തകളും ഒക്കെ ഭൗതികമാത്ര പ്രസക്തമാകുന്നതുകൊണ്ട് ഈ ആധ്യാത്മിക നിത്യസത്യത്തെ അവഗണിച്ചു പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുക. ദൈവവചനം അത് നമ്മുടെ പാദങ്ങൾക്ക് വിളക്കായിരിക്കണമെന്ന് പറയാൻ കാരണം അതാണ്. പഴയ നിയമത്തിലാണെങ്കിൽ നിയമാവർത്തന പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് എത്തുമ്പോൾ ദൈവവചനം അതെപ്പോഴും പേടകത്തിന് സമീപം വച്ചിരിക്കണമെന്നും ആ വചനം വഴി നടത്തുന്നു എന്ന സത്യം എപ്പോഴും ഓർക്കണമെന്നൊക്കെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് എന്നും പ്രസക്തമായൊരു സത്യമാണ്. വചനം നമ്മെ വഴി നടത്തുന്നു എന്ന ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ആ അരക്ഷിതാവസ്ഥയും അവ്യക്തതയൊക്കെ മാറിയിട്ട് ഓരോ ഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്തകളുടെ ഇരുട്ടിൽ പ്രകാശം വിരിയുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഇന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് തുടർച്ചയാണെങ്കിലും അതിനെ തുടർന്നുകൊണ്ട് പൗലോസ്ലിയ കണ്ടെത്തുന്ന ഡമാസ്കസിലേക്ക് യാത്രയിൽ കണ്ടെത്തുന്ന ദൈവം പിന്നീട് വലിയ പ്രവാചകൻ, വലിയ അപ്പസ്തോലൻ ഹെബ്രായ ലേഖനത്തിലൂടെ നമുക്കൊരു മഹാപുരോഗതിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രത്യാശയ്ക്ക് ഉറപ്പ് നൽകുകയും അത് സുവിശേഷ ഭാഗമായിട്ട് ശിഷ്യത്വത്തിനെ ഉപേക്ഷിച്ച് പോയി നിരാശപ്പെട്ട് കഴിയുന്ന ആ ശിഷ്യഗണത്തിന് 7 പേരുടെ സമീപത്തേക്ക് കടന്നു ചെന്ന കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചവരെ വിശ്വാസം ഉറപ്പിക്കുന്ന സംഭവമൊക്കെയാണ് നമുക്കിന്ന് പരിചിന്തനത്തിന് നൽകിയിരിക്കുന്നത്. എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, ഏറ്റവും ഇറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധിപന്മാരുടെ ദാസനുമായവനോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളിച്ചു. നോക്കിയേ പറഞ്ഞിരിക്കുന്നു. അതായത് നിന്ദിക്കപ്പെട്ടവനായിട്ട് വാസ്തവത്തിൽ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ബാബിലോണിയ അടിമത്തമാണ്. അപ്പോൾ ആ പണ്ട് നിന്ദിക്കപ്പെട്ടു. അതിപ്പോൾ നിന്ന് വരാനൊന്നും ഇല്ലല്ലോ. അവരുടെ ദേവാലയം എല്ലാം തകർത്ത് തരിപ്പണമാക്കി അടിമവേലയ്ക്ക് വിധേയരാക്കി യാതൊരു ആത്മാഭിമാനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചതിൻ്റെ ആ ജനത്തോടാണ് പ്രവാചകനോട് ദൈവം സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ജനത്തോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം. നോക്കിയേ പറയാൻ പോകുന്നത്, രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയും ചെയ്യും. അതെന്തൊരു കാര്യമാണ്! നിന്റെ ഈ അടിമ വ്യവസ്ഥത, അടിമത്തത്തിൻ്റെ സ്ഥിതിഗതികൾ മാറിയിട്ട് നിന്നെ കാണുമ്പോൾ രാജാക്കന്മാർ എഴുന്നേൽക്കുമെന്ന് പ്രവചനമായിരുന്നു. അതായത് അങ്ങനെയാണ് തൻ്റെ ജനത്തെ ദൈവം ഉടമ്പടിയോട് അവിശ്വസ്തത കാണിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ശിക്ഷയുണ്ടായി. പക്ഷേ ദൈവത്തിൻ്റെ ശിക്ഷ നശിപ്പിക്കുന്ന ശിക്ഷയല്ല, മാനസാന്തരത്തിലേക്ക് വിളിക്കുന്ന ശിക്ഷയാണ്. ആ ശിക്ഷ അത് ഏറ്റുവാങ്ങിയതിന് ശേഷം ദൈവം പുനരുദ്ധരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എണീൽക്കും, മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് വളരും എന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. നമ്മുടെ ഹൃദയത്തിൽ പറയാൻ ഒരു കാര്യമാണ്. കർത്താവ് നമുക്ക് പ്രസാദകാലത്ത് കൃപയുടെ കാലഘട്ടങ്ങളിൽ നമുക്ക് ഉത്തരമരുളി. രക്ഷയുടെ ദിവസത്തിൽ തന്നെ ഞാൻ സഹായിച്ചു. രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശഭൂമി പുനർവിഭജനം ചെയ്ത് കൊടുക്കുവാനും ഞാൻ നിന്നെ
സംരക്ഷിച്ച ജനത്തിൻ്റെ ഉടമ്പടിയാക്കി തീർത്തിരിക്കുന്നു. പക്ഷേ ജോഷുവായുടെ പിമ്പിൽ ഉണ്ടെന്നറിയാം. ജോഷുവയുടെ ചിത്രം വാഗ്ദത്ത ഭൂമി ഉടമ്പടിയായിട്ട് നൽകുന്നു. ബന്ധിതരോട് പുറത്തു വരാനും അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചത്ത് വരാനും ഞാൻ പറഞ്ഞു. ഇതല്ലേ ഗലീലായി സംഭവിച്ചത്. കർത്താവ് അങ്ങോട്ട് കടന്നു നിന്നപ്പോൾ എന്നാ പറഞ്ഞ, അന്ധകാരത്തിന് നടുവിലും മരണത്തിന് നടുവിലും വ്യാപരിക്കുന്നവർക്കൊരു പ്രകാശം ഉദിച്ചു. അതേതാ? ഗലീലിയ. എന്തുകൊണ്ട് അങ്ങനെ അന്ധകാരം ഉണ്ടായത്? അസിറിയക്കാർ ആ പ്രദേശം കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവിടെ അസിറിയക്കാരെ കൊണ്ട് താമസിപ്പിച്ചുകൊണ്ട് യഹോവയുടെ ആരാധന നിഷേധിക്കുകയും നിരോധിക്കുകയും ചെയ്തപ്പോൾ അന്ധകാരമായി. അങ്ങോട്ടാണ് ഈശ്വാദ്യമായിട്ട് ചെല്ലുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അന്ധകാരത്തിനുള്ളിലും മരണത്തിനുള്ളിലും വ്യാപരിക്കുന്ന പ്രകാശം ഉദിച്ചു എന്ന് പറയും. അവിടെയാണ് ബന്ധിതരോട് പുറത്തു വരാനും അന്ധകാരത്തുള്ളവരോട് വെളിച്ചത്ത് വരാൻ ഞാൻ പറഞ്ഞു. യാത്രയിൽ അവർക്ക് ഞാൻ ഭക്ഷണം അവർക്ക് ലഭിക്കും. അതായത് വരാൻ പോകുന്ന കാര്യങ്ങളെ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ പ്രവാചകനോട് കർത്താവ് സംസാരിക്കുക. യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും. അതുകൊണ്ട് വിജനമായ കുന്നുകളെല്ലാം അവരുടെ മേച്ചിൽപ്പുറങ്ങളായിട്ട് മാറും. എന്നും തൻ്റെ ജനം പട്ടിണി കിടക്കില്ലെന്ന്. അവർക്ക് അവരുടെ ദാഹവും അവരുടെ വിശപ്പും മാറ്റുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കും. അത് സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമായിരിക്കും. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവാചകങ്ങളോട് സംസാരിക്കുകയാണ് ഇവിടെ. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. അതല്ലേ കർത്താവ് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്ന എന്നിൽ നിന്ന് കുടിക്കട്ടെ, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് നിത്യത്തിലേക്ക് നിർഗളിക്കുന്നതിൻ്റെ ജീവൻ്റെ ജലം പുറപ്പെടുമെന്ന് പറഞ്ഞത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ചുടുകാറ്റോ വെയിലോ അവനെ തളർത്തുകയില്ല. ദൈവാത്മാവ് ഉള്ളിലുള്ളവനെ ഒരു ചുടുകാറ്റോ ഒരു വെയിലും തളർത്തുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ മേൽ ദയുള്ളവൻ അവനെ നയിക്കും. ഇതാണ് ദൈവത്തെക്കുറിച്ച് അവൻ കൃപാലുവാണ്, അവൻ കാരുണ്യവാനാണ്, അവൻ ദയാലുവാണ്, കോപിക്കുന്നത് വിമുഖനാണ്. കർത്താവിൻ്റെ വാസ്തവത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ. നീർച്ചാലുകൾക്കരികിലൂടെ അവനെ അവൻ കൊണ്ടുപോകും. നീർച്ചാലുകൾക്കരികിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവൻ്റെ വേരിറങ്ങി പച്ച പിടിച്ച് അവൻ നല്ല തളുത്ത് നിൽക്കും. അതുകൊണ്ടാണ് നീർച്ചാലെപ്പോഴും പരിശുദ്ധാത്മാവിനെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. നീർച്ചാൽക്കിടയിൽ കൊണ്ടുപോകും. അപ്പോൾ എന്നാ ചെയ്യുന്നത്? മലകളെ ഞാൻ വഴിയാക്കി മാറ്റും, രാജവീഥികളെ ഞാൻ ഉയർത്തും. അങ്ങ് ദൂരത്ത് നിന്ന് വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും സിയോൻ ദേശത്ത് നിന്നും അവർ വരും. അതായത് വാസ്തവത്തിലത് ആ അടിമത്തത്തിൽ കടന്ന് പിടയുന്ന അവസരത്തിൽ പ്രവാചകനോട് പ്രത്യാശയുടെ സന്ദേശം നൽകിയാൽ നിങ്ങൾക്ക് മോചനമുണ്ടാകും, നിങ്ങൾ വീണ്ടെടുക്കപ്പെടും എന്ന് പറയുന്ന ഭാഗമാണ്. ആകാശമേ, അതുകൊണ്ടെന്താ ആ സന്തോഷത്തിൽ പ്രകൃതി അംഗീകരിക്കുക. ആകാശമേ ആനന്ദഗാനം ആലപിക്കുക, ഭൂമി ആർപ്പ് വിളിക്കുക, മലകളെ ആർത്ത് പാടുക. കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതം അനുഭവിക്കുന്ന ജനത്തോട് അവിടുന്ന് കരുണ കാണിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഇതൊരു ചരിത്ര സംഭവം നടന്ന കാര്യം തന്നെ. പക്ഷെ അത് അന്ന് പ്രതീകാത്മകമായിട്ട് നടന്നതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തേക്കുമുള്ള തൻ്റെ മക്കളുടെ ജീവിതാനുഭവമായിട്ട് അത് മാറണം. അതായത് ജീവിതത്തിൽ നിന്ന് ഇരുട്ടും വെളിച്ചവുമുണ്ട്, ഉയർച്ചയും താഴ്ചയുമുണ്ട്, അന്ധകാരവും പ്രകാശവുമുണ്ട്, വിജയവും പരാജയവുമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്നെ നിത്യമായിട്ട് പരാജയപ്പെടുത്താൻ ദൈവം സമ്മതിക്കുന്നില്ല എന്ന്, നിന്നെ ദൈവം ഉപേക്ഷിക്കില്ല എന്ന്, നിന്നെ മുമ്പോട്ട് നയിക്കുക തന്നെ ചെയ്യും. പ്രത്യാശ നിന്നെ ഭരിക്കേണ്ടതാണ്, പ്രത്യാശ നമ്മെ നിരാശാഭരിതരാക്കുന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഗൗരവമായൊരു സന്ദേശം ഈ പ്രവാചകനോട് നമുക്ക് നൽകുകയാണ്. അപ്പം നമ്മൾ നിൻ്റെ ജീവിത രീതി കൊണ്ട് വിജാതിയിൽ പരിഭ്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുനരുദ്ധരിക്കപ്പെടാൻ പോകുന്ന ഇസ്രായേലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് രണ്ടാമത്തെ ഒരു പുറപ്പാട് സംഭവിക്കും. ആദ്യത്തെ പുറപ്പാട് നമുക്കറിയാം, ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് കടന്നു പോകുന്ന ആദ്യത്തെ പുറപ്പാടെങ്കിൽ രണ്ടാമത്തെ ബാബിലോൺ അടിമത്തിൽ പറഞ്ഞ രണ്ടാമത്തെ ഒരു പുറപ്പാട് സംഭവിക്കും. നീ പുനരുദ്ധരിക്കപ്പെട്ട് ഒരു പുതിയ യുഗം ഉണ്ടാകും. അതുകൊണ്ട് പ്രത്യാശകളെ ഭരിക്കും. അതുകൊണ്ട് പ്രകൃതി അതിൻ്റെ കൂടെ സന്തോഷിക്കും. ഇതാണ് ആദ്യത്തെ വായന പറയുന്നത്. പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു വരുമ്പോൾ ജീവിതത്തിൻ്റെ തകർച്ചയിൽ ആണ്ടുപോകുന്ന അവസരങ്ങൾ, മനോനിലയിൽ ആ അവസരങ്ങളിൽ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ പെട്ടെന്ന് സടകുടഞ്ഞ് എണീൽക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വേണം നയിക്കാൻ. മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കും. ഇന്ന് എന്നെല്ലാം തരങ്ങളിലാണ് തകർച്ച അനുഭവപ്പെടുക, ഭയങ്കരമായ ആ തകർച്ചയ്ക്ക്. ഇന്ന് പണ്ടത്തേതുപോലെ അല്ലല്ലോ, നിമിഷം കൊണ്ട് ജീവിതം ഇട്ടേക്ക് പോവുകയല്ലേ. ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു,
അല്ല കെട്ടിത്തൂങ്ങി മരിക്കും, എന്തെല്ലാം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഏത് മനുഷ്യൻ്റെ ഏതവസ്ഥയുള്ളവന് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെയാണ് നമുക്ക് വചനം നമ്മുടെ ഹൃദയത്തോട് അടുത്ത് നിൽക്കണമെന്നോ ബോധപൂർവമായി വചന ഉപാസന, വചന ധ്യാനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയില്ലെങ്കിൽ ഇതൊക്കെ നമ്മയും ബാധിക്കാവുന്നതാണ്. ഏത് നിലയിലുള്ളവനും നിരാശപ്പെടാവുന്നതാണ്, തകർന്നു പോകാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ, പുനരുദ്ധരിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് സമീപസ്ഥമായിരിക്കും നമ്മുടെ പഠിപ്പിക്കുക. അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരിട്ട് നടപടി പുസ്തകത്തിലേക്ക് വരികയാണ്. ആ വലിയ സംഭവത്തിലേക്ക് കർത്താവിൻ്റെ സഭയെ തകർക്കാൻ, മുച്ചൂടും തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി സാൻഹെദ്രിൻ സംഘത്തിൻ്റെ അധികാരപത്രവുമായി ഡമാസ്കസിലേക്ക് പോയി അവിടെ ക്രിസ്ത്യാനി എന്നറിയപ്പെടുന്ന എല്ലാവരെയും പിടിച്ചു കെട്ടി കൊണ്ടുവരാൻ വേണ്ടി പോയ ആളാണ് സാവൂൾ. അദ്ദേഹം ഭയങ്കര തീക്ഷ്ണനാണ്. ദൈവം അതാൻ തന്നെ സ്വയം പറയുന്ന നിയമത്തിന് മുമ്പിൽ കുറ്റമാറ്റണം എന്ന് പറഞ്ഞാൽ യഹൂദ 614 നിയമങ്ങൾ അക്ഷരാർത്ഥം പാലിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ 2000 വർഷം പഴക്കമുള്ള സമൂഹത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന പുതിയ പ്രസ്ഥാനം വന്നിരിക്കുന്നു. അവരെ വെച്ചേക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ നിൽത്തുനിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഉഴുത് പറിച്ച് ദൂരെ എറിയണം. ആ തീരുമാനത്തോടെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആളാണ്. പക്ഷേ വഴിമധ്യേ ഒരു മിന്നൽ ഒളി, ഒരു വലിയ പ്രകാശത്തെ തട്ടിത്താടിയിട്ടാണ് വരുന്ന സംഭവം. നമ്മൾ എത്രയോ പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ളതാണ്. പല വ്യക്തികൾക്കും ഉണ്ടാകുന്നൊരു അനുഭവം തന്നെയാണ്. ഭയങ്കര തീക്ഷ്ണതയോടുകൂടി വലിയ നിരീശ്വര പ്രസ്ഥാനത്തിൽ ചെന്ന് പെട്ടിട്ട് അവസാനം ചെന്ന് ഇതുപോലെ തട്ട് കിട്ടിയിട്ട് തിരിച്ചു വന്നിട്ട് എത്രയോ ആളുകളും വലിയ യുക്തിവാദവുമായിട്ട് എല്ലാത്തിനെയും നിഷേധിച്ച് സംസാരിക്കുന്ന ആളുകൾ എത്രയോ പേരിപ്പം വലിയ പ്രാർത്ഥനാജീവികളായിട്ട് മാറിയിട്ടുണ്ട്. ഇത് മനുഷ്യജീവിതത്തിൽ ആവർത്തിക്കുന്ന കാര്യം തന്നെയാണ്. അതായത് നടപടി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സാവൂളിൻ്റെ ജീവിതാനുഭവം മറ്റു പലർക്കും ഉണ്ടായിട്ടുള്ളതാണ്, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. സ്ത്രീയന്മാരുടെ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 1 തൊട്ട് 9 വരെ വാക്യങ്ങളിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഉച്ചതിനെ കണ്ടുമുട്ടുന്നതാണ്. സാവൂൾ അപ്പോഴും കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. ആണ് വധഭീഷണിയാണ്, കുറഞ്ഞ കാര്യമൊന്നുമില്ല. അവിടെ എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന അവസരത്തിൽ നല്ല മിടുക്കനായിട്ട് അദ്ദേഹത്തിന് വസ്ത്രം കൈപ്പിടിച്ചുകൊണ്ട് നോക്കുന്നയാളാണ് അദ്ദേഹം. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരെ ആരെ കണ്ടാലും അവരെയെല്ലാം ബന്ധനസ്ഥരാക്കി ജെറൂസലേമിലേക്ക് കൊണ്ടുവരാൻ ഡമാസ്കസിലെ സിനഗോഗിലേക്കുള്ള അധികാരപത്രം ആവശ്യപ്പെട്ടു. അതാണ് ആധികാരികമായിട്ട് പോകാനാണ്, എല്ലാം പിടിച്ചു കൂട്ടിക്കൊണ്ട് വരാൻ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സഭയെ വാസ്തവത്തിൽ ഉപദ്രവിച്ചാണ് ഞാൻ പിന്നീട് ഏറ്റുപറയാൻ ഇടയായിട്ടുള്ളത്. അവൻ യാത്ര ചെയ്ത് ഡമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ ഒരു മിന്നൊളി അല്ലെങ്കിൽ മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു പെട്ടെന്ന്. അതായത് കണ്ണ് മഞ്ചിപ്പോയി. ഏതെന്താ സംഭവിക്കുന്ന അറിയാൻ പോലെ അവൻ കുതിരപ്പുറത്ത് നിലം പതിച്ചു. അപ്പോൾ എന്താ കേട്ടു, ഒരു സ്വരം അവനോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കണം. അതാരാ? അപ്പോൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചതാണ്. വസ്തുത എന്നെയാണ് പീഡിപ്പിച്ചത്. ഇപ്പം ഇന്നും തന്നെ സംഭവിക്കുന്നത്. കർത്താവ് ചോദിക്കുക, നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു? സഭയെ പീഡിപ്പിക്കുമ്പോൾ കർത്താവിനെ പീഡിപ്പിക്കുന്നു. നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കും? ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ചോദിച്ചു, കർത്താവേ അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നീ നഗരത്തിലേക്ക് പോവുക. അപ്പോൾ നീ അവിടെ എന്ത് ചെയ്യണമെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. വളരെ കൃത്യമായ നിർദ്ദേശമാണ്. യു ടേൺ, ജീവിതത്തിനൊരു യു ടേൺ സംഭവിക്കുക, കംപ്ലീറ്റ് ജീവിതശൈലി മാറുകയാണ്. ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് വന്നിരിക്കുക മാറ്റേണ്ട ഭയങ്കരമായിട്ട് തീർന്നു. അപ്പസ്തോലനായിട്ട് തീരുന്നതിൻ്റെ ആരംഭമാണ് അത്. അദ്ദേഹം തന്നെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് പിന്നീട് പറയുന്നുണ്ടെങ്കിലും അത് തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം മുൻകൂട്ടി നമ്മൾ നിശ്ചയിച്ചുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു പക്ഷേ കാലഘട്ടങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പം തിരിച്ചറിവുണ്ടായി. അതിനോടൊപ്പം യാത്ര ചെയ്യുന്നവർ സ്വരം കേട്ടില്ല. ആ സ്വരം കേട്ടു, പക്ഷേ ആരെയും കണ്ടില്ല. അതുകൊണ്ട് അവർ അത്ഭുത സ്തബ്ധരായി നിന്നുപോയി. അപ്പോൾ എന്ത് ചെയ്യുന്നു? സാവൂൾ നിലത്ത് നിന്ന് എണീറ്റ് കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അന്ധമായിപ്പോയി. അപ്പോൾ ആന്തരികമായ നേത്രങ്ങൾ തുറക്കാൻ വേണ്ടി ബാഹ്യ നേത്രങ്ങൾ ചിലപ്പോൾ തമ്മിൽ അന്ധമാക്കി മാറ്റും. ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കാൻ വേണ്ടിയിട്ട് തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ഡമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസം അവൻ കാഴ്ച ഇല്ലാതെ ജീവിച്ചു. അവർ
അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഇതാണ് രണ്ടാമത് കണ്ടിരിക്കുന്നത്. അപ്പം ആദ്യത്തോട് ബന്ധപ്പെട്ട് നോക്കി ആലോചിച്ച് വ്യക്തി ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരുന്ന വഴി സാവൂളിൻ്റെത് അതായിരുന്നുവെങ്കിൽ ഇതേ വഴി മറ്റു പലർക്കും കടന്നു വരാം. അവൻ്റെ ജീവിത തിമിർപ്പിൽ, ആ ചെറുപ്പത്തിൻ്റെ ഭയങ്കരമായ പുളപ്പിൽ, അവൻ്റെ യുക്തിയുടെ വെളിച്ചത്തിൽ ഈ കാണുന്ന ദൈവിക യാഥാർത്ഥ്യങ്ങളൊക്കെ കാണാതെ പോകുമ്പോൾ അതൊക്കെ തനിക്കെതിരെയാണ്, അതൊക്കെ ശരിയല്ല, അതെല്ലാം അന്ധവിശ്വാസങ്ങളൊക്കെ തട്ടി തകർക്കണം തീരുമാനിച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന ആളൊന്നുമില്ലേ? അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടപ്പുറപ്പാടാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളില്ലേ? അവസാനം എല്ലാം നിഷേധിച്ച്, സഭയെ നിഷേധിച്ച്, വിശ്വാസം നിഷേധിച്ച്, കൂതാശകളെ നിഷേധിച്ചതിന് ശേഷം എന്തോ ഭയങ്കര വിപ്ലവം നടത്തുന്ന മട്ടിൽ പോയിട്ട് അവസാനം തലകുത്തി വീഴുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കും. ജീവിതമാണിത്. അത് വേറെ തരത്തിലേ, അത് ആന്തരികതയും ബാഹ്യതയും ഉള്ള ഒരു പ്രതിഭാസം നമ്മുടേത്. നമുക്ക് ആത്മാർത്ഥതയോട് ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പ്, മനസ്സാക്ഷിയിൽ ഒത്തുതീർപ്പ് ചെയ്യാൻ പറ്റില്ല. സത്യം സത്യമായി എന്നും നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആത്മാർത്ഥതയിൽ, ദൈവത്തോടുള്ള ആഭിമുഖ്യത്തിൽ മനസ്സാക്ഷി ശുദ്ധമാണോ എന്ന് അന്വേഷിക്കണം. ഇവിടെ നാം കാണുന്നു അദ്ദേഹം താഴെ വീഴുകയാണ്. ആദ്യം ഒരു ഷോക്ക് ഉണ്ടാകും. ചെറുപ്പത്തിനൊരു ഷോക്ക്. കുതിരപ്പുറത്ത് ആഞ്ഞു പുൽകി പോയപ്പം എല്ലാവരെയും കീഴടക്കാന്ന് വിചാരിച്ച് തകർത്തടിച്ച് കുതിരയുടെ പുറത്ത് മിടുക്കനായിട്ട് പോയ സാവൂൾ എന്ന് പറയുന്ന ആൾ തട്ടിത്തെറിപ്പിക്കപ്പെട്ട് താഴെ വീഴുന്ന അവസരത്തെയോ എന്ത് ഭയങ്കരമായിരുന്നു. നെപ്പോളിയൻ്റെ കടന്നുപോക്കെന്ന് ആലോചിച്ച് നോക്കുക. ആ പോക്ക് എന്തെല്ലാം തകർത്തിട്ടാണ് പോയത്. പോകുന്നതിന് മുമ്പിൽ തന്നെ ആര് പോയാലും ശരി, ഏത് കിടങ്ങായാലും ശരി, കിടങ്ങിലേക്ക് മുമ്പോട്ടെന്ന് പറഞ്ഞുകൊണ്ട് താഴെ വീഴുന്ന പട്ടാളക്കാരുടെ മൃതശരീരത്തിന് മുകളിൽ അങ്ങ് തകർത്തടിച്ച് നീങ്ങിയ സാവും ആ മനുഷ്യനെ എവിടെ പോയി അവസാനം ആ നിരാശനായ ദ്വീപിൽ കിടന്നല്ലയോ യേശുവേ നീ തന്നെ വിജയിച്ചിരിക്കുന്നു പറയേണ്ടി വന്നില്ലേ? ഇത് അതുപോലെ തന്നെ ഒരു പോക്കാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പോക്ക് കേൾക്കുന്ന സ്വരമാണ് പ്രധാനപ്പെട്ടത്. സാവൂൾ പേഴ്സണൽ വിളിയാണ്. 2 പ്രാവശ്യം വിളിച്ചാൽ അത് അഫെക്ഷനേറ്റ് വിളിയാണെന്നുള്ളത്. അതുകൊണ്ടാണ് സാവൂൾ എന്ന് റിപ്പീറ്റ് ചെയ്യും. അല്ലെങ്കിൽ സാവൂൾ എന്ന് പറഞ്ഞാൽ അരിശപ്പെട്ട് വിളിക്കുന്ന പോലെ സാവൂൾ മാർത്ത എന്ന് പറഞ്ഞ പോലെ അഫെക്ഷനേറ്റ് വിളി എബ്രായ ഭാഷയിൽ. സാവൂൾ ആ വിളി കേൾക്കുമ്പോൾ തന്നെ ഹൃദയം ആപ്പടുത്തായിരിക്കും. ആരാണ്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആരോ വിളിക്കുന്നത് പോലെയാണ് സാവൂൾ നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു? ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആരെയാണ് ഈ ചോദിക്കുന്നതിൻ്റെ അർത്ഥം? കർത്താവേ എന്ന് വിളിക്കാൻ കാര്യമാണ്. നീ ആരാണ്? കാരണം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വിളിയാണ് കേട്ടത്. അപ്പം കർത്താവ് നീ ആരാ? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഒരു ഹൃദയബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. അറിയാതെ തന്നെ സ്ഥാപിക്കപ്പെടുകയാണ്. അവിടെ നീ എണീറ്റ് നഗരത്തിലേക്ക് പോകുക. നീ എന്ത് ചെയ്യുമെന്ന് അവർക്ക് നിനക്ക് പറഞ്ഞു തരും. അവിടെ വെച്ച് അറിയിക്കും. അങ്ങനെയാണ് യൂദാസിൻ്റെ വീട്ടിൽ പോയി. നമ്മുടെ യൂദാസ് കറിയോത്തല്ല, മറ്റൊരു യൂദാസിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. അവിടെ 3 ദിവസം അവൻ ചെലവഴിച്ചെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ലെന്ന് മാത്രമല്ല കാണാനും പാടില്ലായിരുന്നു. അതിനുശേഷം ആ അവസരത്ത് അനനിയാസ് എന്ന് പറഞ്ഞ ആളിന് ദർശനമുണ്ടാവുകയും അദ്ദേഹം അവിടെ ചെല്ലുകയും കൈകൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കണ്ണുകൾ തുറന്ന് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അതായത് എപ്പോഴും ഇങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ മനസ്സിന് മുമ്പിൽ ഒരു ദൃശ്യലോകമുണ്ട്, ഒരു അദൃശ്യ ലോകമുണ്ട്. അതാണ് മനുഷ്യൻ. ദൃശ്യലോകത്തിൽ കാണുന്നതിനപ്പുറത്തൊരു അദൃശ്യ ലോകം തെളിയുന്ന വിശ്വാസത്തിലൂടെയാണ്. ആ വിശ്വാസത്തിലേക്ക് തെളിയാൻ ദൈവം പകരമൊരുക്കും. അത് സ്നേഹപിതാവായ ദൈവത്തിൻ്റെ വാസസ്ഥാനമാണ്. അങ്ങോട്ട് നമ്മുടെ ഹൃദയം ചെല്ലാൻ വേണ്ടി ദൈവം വഴിയൊരുക്കുന്നതിനിടയ്ക്ക് ഈ തട്ടലും മുട്ടലും പരാജയങ്ങളും ഏറ്റുമുട്ടലും ഒക്കെ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ വീഴ്ചകളുണ്ടാകുമ്പോൾ, പരാജയങ്ങളുണ്ടാകുമ്പോൾ തോന്നും ദൈവം അതിന് പിൻപിലുണ്ട്. നിരാശപ്പെടാനല്ല, നിനക്ക് അപ്പുറത്തേക്ക്, നിന്റെ കഴിവിനപ്പുറത്തേക്ക് അപ്പുറം എന്തോ ഒരു കാര്യം നിലനിൽപ്പുണ്ട്. നിന്റെ പരിമിതിക്ക് അപ്പുറത്തേക്ക് സംഗതിയുണ്ട്. അതുകൊണ്ട് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നീ നിന്നെ തന്നെ നിന്റെ അഹന്തയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് അഹങ്കാരം വെടിഞ്ഞിട്ട് എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് വിനയപൂർവ്വം ദൈവത്തിന് സമ്മിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമാണ് നിന്റെ തകർച്ച എന്ന് പറയും. നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചകൾ ഏതെല്ലാം തരത്തിൽ തകർച്ചയുണ്ടാകും. നിന്റെ ബിസിനസ് തകരുന്നു, അല്ലെങ്കിൽ നിന്റെ ബന്ധങ്ങൾ തകരുന്നു, അല്ലെങ്കിൽ നിന്റെ സമ്പത്ത് തകരുന്നു, നിന്റെ പ്രശസ്തിക്ക് കേടുപറ്റുന്നു, നിനക്ക് മാനഹാനി അനുഭവിക്കുന്നു, ഭയങ്കരമായ ആത്മാഭിമാനം നഷ്ടപ്പെടുന്നു വരുന്ന സാഹചര്യങ്ങളിൽ
അതാണ് ഈ തകർച്ച എന്ന് പറയും. ആ തകർച്ചയ്ക്ക് പിൻപിൽ ഒരു രഹസ്യമുണ്ടെന്ന കാര്യം ഇവിടെ വെളിവാക്കപ്പെടുക. അതിനപ്പുറത്തൊരു സ്വരം കേൾക്കുന്നു, സാവൂൾ സ്വാവൂൾ നീ എന്നത് എന്നെ പീഡിപ്പിക്കുന്നു, നിന്റെ ഈ പോക്ക് എന്തൊരു പോക്കാ, അത് നിനക്കൊരു മാറ്റം വരുത്തണം. അതുകൊണ്ട് നിന്റെ ജീവിത രീതിക്ക് സമൂലം മാറ്റം വരുത്തണം ദൈവം ആഹ്വാനം ചെയ്യുകയാണ് അവിടെ എന്ന കാര്യം നാം തിരിച്ചറിയാമെങ്കിൽ നമ്മുടെ മനോധൈര്യം വർദ്ധിക്കും, ഇരട്ടിയായിട്ട് വർദ്ധിക്കും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അടുത്ത ഭാഗത്ത് അടുത്ത ലേഖനം നമ്മൾ പറയുന്ന എബ്രായക്കാർക്ക് ലേഖനത്തിൻ്റെ 10-ാം അധ്യായം 19-25 വാക്യങ്ങളിൽ നമുക്കൊരു മനോധൈര്യമുണ്ട്. ആ മനോധൈര്യം ഇവിടുന്ന് ദൈവപിതാവിൻ്റെ പക്കൽ നമുക്ക് ഒരു വലിയ പ്രധാനാചാര്യൻ നിലനിൽക്കുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എവിടോട്ട് കയറി ചെല്ലാൻ ദൈവസന്നിധിയിലേക്ക് അതുപോലെ പേടിയുണ്ടാകും. കാരണം പാപപങ്കിലമായ ജീവിതം നമ്മുടേത്. ആ പാപപങ്കില അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട് കർത്താവ് തൻ്റെ പീഡകളിലൂടെ നമ്മുടെ പാപത്തിന് മോചനം നൽകിയിട്ട് സ്വതന്ത്രമായി പരിശുദ്ധാത്മ നൽകിക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ സ്വാതന്ത്ര്യമില്ല. പ്രധാന പുരോഹിതന് പണ്ട് ജെറുസലേം ദേവാലയത്തിൽ പാപപരിഹാരാർത്ഥം അവിടെ വിശുദ്ധ സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ ആടിൻ്റെ രക്തം അല്ലെങ്കിൽ കാള രക്തം എടുത്ത് തൻ്റെ മേലും ആ വിരിയുടെ മേലും തളിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് തിരിച്ചിറങ്ങി വരുന്നത്. അതിവിശുദ്ധ സ്ഥലത്ത് പുറത്തു വരുന്നത്. അപ്പം ജനം കാത്തു നിൽക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ആ കാത്തിരിക്കുന്ന പാവപരിഹാരത്തിന് ആശീർവാദം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം 10,000 കാത്തു നിൽക്കുക. പ്രധാന പുരോഹിതന് വർഷത്തിലൊരിക്കൽ മാത്രം അങ്ങോട്ട് കയറി ചെല്ലുക. അപ്പോൾ ആശീർവാദത്തോടെ ജനങ്ങൾക്ക് സങ്കീർത്തനങ്ങൾ ചൊല്ലി പാപമോചനത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്രധാന പുരോഹിതൻ കൂട്ടിക്കൊണ്ട് അങ്ങ് പോയേക്കാം. അതുകൊണ്ട് ആ വിരിമാറെന്ന് പറയുന്ന വിരി അങ്ങോട്ട് കണ്ടമാനമായിട്ട് പൊട്ടി വിളർന്ന് മാറി തടസ്സങ്ങളൊക്കെ നീക്കിയിട്ട് തൻ്റെ പ്രിയപ്പെട്ട മക്കളെയും കൂട്ടിക്കൊണ്ട് അപ്പൻ്റെ അടുത്തേക്ക് പോവുക. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നമുക്ക് മനോധൈര്യം വർദ്ധിക്കുന്നുണ്ട്. കാരണം നമുക്കാരെയും പേടിക്കേണ്ട കാര്യം. നമുക്ക് മുമ്പേ നമ്മുടെ നാഥൻ അവിടെ പിതാവിൻ്റെ പക്കൽ എത്തിയിരിക്കുന്നു. ആ എത്തിയിരിക്കുന്ന സത്യമാണ് ഇപ്പോൾ എബ്രായർ ലേഖനത്തിൽ എടുത്ത് പറയുന്നത്. എൻ്റെ സഹോദരെ, യേശുവിൻ്റെ രക്തമൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. ആ രക്തമൂലം എന്ന് പലപ്പോഴും ഓർക്കുക. രക്തം എന്ന് പറയുന്നത് ബലിമൂലം എന്നതിൻ്റെ അർത്ഥം, അർപ്പണമൂലം അതിൻ്റെ അർത്ഥം, തൻ്റെ ജീവിതത്യാഗം മൂലം അതിൻ്റെ അർത്ഥം. അല്ല രക്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകുന്ന ഒരു പദാർത്ഥം എന്ന ഒരു പ്രതിമാസ നിലയിലല്ല കാണേണ്ടത്. പാപപരിഹാര ബലിയാണ്. ആ ബലി മൂലം നമുക്ക് ഇതാ കഥവ് തുറന്ന് കിട്ടിയിരിക്കുന്നു. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നിരിക്കുന്നു. ശരീരമാകുന്ന വിരി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജെറുസലേം ദേവാലയത്തിൽ വിരിയുണ്ട്. ആ വിരിക്ക് അകത്ത് അതിവിശുദ്ധ സ്ഥലമാണ്. അങ്ങോട്ട് പ്രധാനാചാര്യം കയറിക്കഴിഞ്ഞാൽ ജനത്തിന് വേണ്ടി ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ ചെയ്യുന്നത് കാണാൻ പറ്റില്ല. അവിടെ പ്രധാനാചാര്യം പോയി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിലൂടെ ആ രക്തമെടുത്തുകൊണ്ട് അവിടെയുള്ള തിരശ്ശീല മേലും തൻ്റെ മേലും തളിച്ച് പാപപരിഹാരം അർപ്പിക്കുക. പിന്നീട് ജനത്തിൻ്റെ മേൽ തളി. അപ്പം ജനം നിർദ്ദേശമായി നോക്കി നിൽക്കുക. അപ്പം വിരി അവിടെ നിൽക്കുക. ഇവിടെ അങ്ങനെയല്ല. ആ വിരി വിടർത്തപ്പെട്ടിരിക്കുന്നു. അതാ ഈ വിരി. ഇവിടെ എന്താണ്? ഈശോയുടെ ശരീരം. അത് വിഭജിക്കപ്പെട്ടിരിക്കുന്നു, അത് മുറിക്കപ്പെട്ടിരിക്കുന്നു, അത് തുറക്കപ്പെട്ടിരിക്കുന്നു. അത് നമുക്ക് അങ്ങോട്ട് കടന്നു ചെയ്യാൻ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ദൈവഭവനത്തിൻ്റെ മേൽ നോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അതാണ്, നമുക്കൊരു മഹാപുരോഹിതനുണ്ട് എന്ന് പറയാം. അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പും സത്യഹൃദയത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം. വിശ്വാസത്തിൻ്റെ ഉറപ്പോടും സത്യഹൃദയത്തോടും കൂടി. അത് നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വാസ്തവത്തിൽ ഹൃദയത്തിൽ കർത്താവിൻ്റെ വാസ്തവത്തിൽ നാം ക്രിസ്ത്യാനാണെന്ന് പറയുന്നുവെങ്കിൽ ഈശോയെ നാം സ്നേഹിക്കുക, സ്നേഹത്തിന് ഉറപ്പുണ്ടാകുകയും ചെയ്യണം. ആ വിശ്വാസത്തിന് ഉറപ്പെന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ആരാണെന്നുള്ള അവബോധം നമുക്കുള്ളിലുണ്ടാകും. അവിടുന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്ന രക്ഷകനായിട്ടാണ്, നമ്മളെ വിളിച്ചുകൊണ്ട് പോകാനാണ്, നമ്മുടെ കൂടെ ആയിരിക്കാൻ. അതുകൊണ്ട് നമ്മളെ തള്ളിക്കളയാനല്ല, ശിക്ഷിക്കാനല്ല. കർത്താവിൻ്റെ നിയമാവത്തത്വ പുസ്തകത്തിൽ ഉടമ്പടി കാര്യത്തിലാണെങ്കിലും ശരി, അന്നത്തെ ആ ശിക്ഷാക്രമത്തിനനുസരിച്ചാണ് ഉടമ്പടിയുടെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ആ ഉടമ്പടിയുടെ ആ അവിശ്വസ്തതയ്ക്ക് ദൈവം ശിക്ഷ നൽകുമ്പോൾ ആ ശിക്ഷ ആ ജനത്തെ നശിപ്പിക്കാനായിരുന്നില്ല. അതാണ് ഒരു പ്രത്യേകത. ഇസ്രായേലിലെ ശിക്ഷ നശിപ്പിക്കാനല്ല, വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്, തിരിച്ചു വരാൻ വേണ്ടി, മാനസാന്തരം വീണ്ടെടുക്കാൻ വേണ്ടി. അതുകൊണ്ട് കർത്താവ് വീണ്ടെടുക്കാൻ വേണ്ടി. അത് നമുക്ക് അങ്ങോട്ട് അടുത്ത് ചെല്ലാൻ നമ്മെ അത്രയധികം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇതിന് ദുഷ്ടമനസ്സാക്ഷിയിൽ നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം. ദുഷ്ടമനസ്സാക്ഷി വെടിപ്പാക്കണം എന്ന് പറഞ്ഞാൽ പാപമോചനത്തിലൂടെ. അതുപോലെ തന്നെ ശരീരം ശുദ്ധമാക്കണം, ശുദ്ധജലത്താൽ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ പാപക്കറുകൾ കഴുകിക്കളയാൻ കർത്താവിൻ്റെ
മരണത്തോട് നീ ഐക്യപ്പെടുമ്പോഴാണ് മാമോദിസയാകുന്നത്. കർത്താവിൻ്റെ പീഡാനുഭവത്തോടും മരണത്തോടും നീ ഐക്യപ്പെടുന്ന പ്രതീകാത്മകമായ ആ ഒരു പ്രക്രിയയാണ് മാമോദിസ എന്ന് പറയുന്നത്. അങ്ങനെ ആ ശുദ്ധജലത്തിൽ തളിക്കപ്പെടുമ്പോൾ നീ വെടിപ്പാക്കപ്പെടുക. അങ്ങനെ ആകുമ്പോൾ ആ ഉത്ഥാനത്തിൽ പങ്കുചേരും. അവരുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീര ശുദ്ധജലത്താൽ കഴുകുകയും വേണം. അപ്പോൾ നമ്മോട് വാഗ്ദാനം ചെയ്യുന്നവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. കാരണം നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവേ വിശ്വസ്തനാണെന്ന് അവൻ ഈ ഒരു വാക്ക് നിരന്തരം ആവർത്തിക്കുകയെന്നാണ്. നമ്മൾ വിഷമിക്കുമ്പോൾ ഓർക്കുക കർത്താവ് വിശ്വസ്തനാണ്. നമുക്ക് വേദനിക്കുമ്പോൾ ഓർക്കുക കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകരാൻ വരുമ്പോൾ ഓർക്കുക കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ട് നമ്മൾ നന്മയിലേക്ക് തന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മളോട് ബന്ധപ്പെട്ട ആളുകളുടെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സാക്ഷിയിൽ വിഷമം വരും, പ്രകാശം വരും. നമ്മൾ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വിശ്വസ്തനാണ്, അതിന് പരിഹാരം നൽകും. ആ പരിഹാരം നൽകുന്ന ഉറപ്പാണ് നമുക്ക് വേണ്ടേ. അല്ല ഉറപ്പും പ്രത്യാശയില്ലാത്ത പ്രാർത്ഥന എന്താ ഫലം? നമ്മൾ പലപ്പോഴും വിഷമിക്കുന്നത് എങ്ങനെയാണ്? ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിൽ വരുന്ന പാളിച്ചകൾ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ബന്ധപ്പെടുത്തുന്ന ആളുകളുടെ ജീവിതത്തിൽ വരുന്ന തകരാറുകൾ നമ്മളെ വേദനിപ്പിക്കും. ആ വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് ചിന്തിച്ചാൽ അത് സമർപ്പിച്ചുകൊണ്ട് ഏകോപവിപ്പിച്ച് ഈശോയുടെ ഏക ശരീരമായതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ കർത്താവ് ഐക്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ വിശ്വസ്തത എന്താണ്? കർത്താവ് പരിഹാരം നൽകും എന്നുള്ളത്. ആ ഉറപ്പെന്ന് പറയും. ആ ഉറപ്പ് നഷ്ടപ്പെടുത്തി കളയാൻ നമ്മോട് വാഗ്ദാനം ചെയ്യുന്നവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ നാം ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. ഒരുപാട് നിരാശയുടെ അനുഭവങ്ങളുടെ അതിൻ്റെ കാർമേക പടലങ്ങൾ എല്ലാ മണ്ഡലത്തെയും ബാധിക്കുന്ന സാഹചര്യമാണ്. അത് എല്ലാവരും ബാധിക്കാം, സാധാരണ മനുഷ്യരെ മാത്രമല്ല. വിളിക്കപ്പെട്ടവരുടെ സമൂഹത്തിൽ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സംഭവങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വിളിക്കപ്പെട്ടവരുടെ സമൂഹത്തിലും ഈ കാർമേക പടലം ഭയങ്കരമായിട്ട് വിരിഞ്ഞു നിർത്തിയിട്ട് അന്ധകാരത്തിലാക്കിയിട്ട് അവ്യക്തത കൊണ്ടുവന്ന് ജീവിതത്തിൽ ഒളിച്ചോടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുള്ള ഒരു പരമാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അവിടെയുള്ള വിശ്വസ്തതയിൽ നാം ഉറപ്പ് പ്രത്യാശ ഭരിക്കേണ്ടതാണ്. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് 3 കാര്യങ്ങളാണ്. ഒന്ന്, സ്നേഹത്തോടെ ജീവിക്കാൻ. ദുഷ്ടമനസ്സാക്ഷിയിൽ നിന്ന് മോചിതരായി കഴിഞ്ഞാൽ അതിന് പകരം വന്നിരിക്കുന്ന സ്നേഹമുള്ള മനസ്സാക്ഷിയാണ്. അപ്പം ദുഷ്ടമനസ്സാക്ഷി മാറ്റി നിർത്തിയ സ്നേഹമുള്ള ആ ദുഷ്ടമനസ്സാക്ഷിയല്ലേ എന്ന് കണ്ടുവാനും പെരുകി വന്നിരിക്കുന്നത്. ഒരു മനസ്സാക്ഷിയില്ലാതെ ദാമ്പത്യത്തെ തകർക്കുന്ന വ്യക്തികൾ, ഒരു മനസ്സാക്ഷിയുമില്ലാത്ത ദാമ്പത്യ വിശ്വസ്തതയ്ക്ക് എതിരെ നിൽക്കുന്ന ആളുകൾ, ഒരു മനസ്സാക്ഷിയില്ലാത്ത കൊട്ടേഷൻ കൊടുത്ത മറ്റുള്ളവരെ അടുത്തുള്ള ആളുകളെ വകവരുത്തുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ മാനുഷികമായ നിലയിൽ പോലും പിടിക്കപ്പെടും എന്ന് ശിക്ഷിക്കുമെന്ന് അറിയാമായതുകൊണ്ട് മനുഷ്യനെ ദുഷ്ടമനസ്സാക്ഷി കൊണ്ട് തന്നെ നടക്കുകയല്ലേ. അതല്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകല്ലേ. അതുകൊണ്ട് അത് ഭയങ്കരമായി. അതുകൊണ്ട് നമ്മോട് സ്നേഹത്തോടെ ജീവിക്കുന്നത്, ഇപ്പോൾ എന്നിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, നന്മ ചെയ്യണമല്ലോ. നമ്മളെ സമൂഹത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണെങ്കിൽ നമ്മുടെ ഹൃദയം തുറന്നിരിക്കേണ്ടത് സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എത്രയോ നല്ല മനുഷ്യ ലോകത്തിലുള്ളതിൻ്റെ ഇടയിലാണ് നമ്മളും ജീവിക്കുന്നത്. അതേ സമയത്ത് തിന്മ വ്യാപൃതരായ മറ്റുള്ളവരെ എങ്ങനെയായാലും ഏതെങ്കിലും തരത്തിൽ ചവിട്ടിത്താക്കൾ വിചാരിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളങ്ങനെ ആവാൻ പാടില്ല. നന്മ ചെയ്യുന്നതിൽ, പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതിൽ അതെങ്ങനെ കഴിയുന്ന പരിശോധിക്കാം. നമുക്ക് പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ ജീവനാണ് പ്രോത്സാഹനത കിട്ടുന്നത്. അതായത് നമുക്കൊരു വ്യക്തിയെ നമ്മുടെ നല്ല വാക്കുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആ വ്യക്തിയെ ജീവൻ തുടിക്കുക, നിരാശയിൽ നിന്ന് കടന്നു കയറുക, ആ വ്യക്തിയുടെ നന്മകൾ കണ്ടൊന്ന് എടുത്തു പറയാവുന്ന അത് വേണ്ടി ഉണർവുള്ള ആളായിട്ട് തീരുക, മനസ്സിൻ്റെ എല്ലാ ഭാവങ്ങളും മാറുക, പോസിറ്റീവ് തീരുക. പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ. ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സ്നേഹം പ്രവഹിക്കുന്ന അനുഭവം ഉണ്ടാകുന്നത് കൊണ്ടാണ്. പോസിറ്റീവ് എനർജിയിലെ ആളുടെ അടുത്ത് നിന്ന് കഴിയുമ്പം തളർന്നു പോയതൊക്കെ വീണ്ടും ഉണരും. ആ മുഖമൊക്കെ വാടിയതൊക്കെ വീണ്ടും തെളിഞ്ഞു വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ക്രൈസ്തവ അവസ്ഥയെന്ന് പറയുന്നത്. പരിശുദ്ധ പിതാക്കന്മാരെ പറയുന്നത്. ഫ്രാൻസിസ് പാപ്പാവായിരുന്നു പഠിപ്പിച്ചത്. എപ്പോഴും സന്തോഷചിത്തരായിരിക്കുക, സ്നേഹമുള്ളവരായിരിക്കുക, നർമ്മരസമുള്ളവരായിരിക്കുക. അത് തന്നെയാണ് പുതിയ മാർപ്പാപ്പ അങ്ങനെ തന്നെയല്ലേ. ഏറ്റവും കൂടെ സ്നേഹസമ്പുഷ്ടതയാണ് അദ്ദേഹം എടുത്ത് വിളിച്ച് പറയുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നു, സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് പര്യാലോചിക്കാം. എന്നിട്ട് പറയാം, ചില സാധാരണയായി ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. ഇത് നമുക്ക് ഗൗരവമായി ഈ വർത്തമാനകാലത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് പ്രാർത്ഥിക്കുന്നത്, ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, പിന്നെ എന്തിനാണ് ഞാൻ പള്ളിയിലോട്ട് പോകുന്നത്? പക്ഷേ നമ്മൾ അങ്ങനല്ല.
നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൂട്ടായ്മയിലാണ്, സഭയിലാണ്. അതുകൊണ്ട് അപ്പസ്തോലൻ കൃത്യമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നു. ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ, അന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഉള്ളതുപോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. അന്നത്തെ ഭാഷയിൽ പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദേവാലയത്തിലുള്ള പോക്ക് ഉപേക്ഷിക്കരുതെന്ന്. ആ കൂട്ടായ്മയിൽ വേണം ബലിയർപ്പിക്കാനെന്ന്. അത് ഇന്ന് വളരെ പ്രസക്തമായൊരു കാര്യമല്ലേ? ഇങ്ങനെ കുറേ യുക്തിവാദം കൊണ്ട് നടന്നിട്ട് പ്രാർത്ഥിക്കുന്നവരെ ഇപ്പോൾ കുറ്റവും പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കേമം പറഞ്ഞ് നടക്കുന്ന മനുഷ്യ, നീ ചെയ്യുന്ന രീതി ക്രിസ്തീയമല്ല. ക്രിസ്തീയമായിട്ടുള്ളതാണ് ഈ പറഞ്ഞു വയ്ക്കുന്നത്. അത് അപ്പസ്തോലനാണ് പറയുന്നത്, ആധികാരികമായി. അത് മാത്രമല്ല, അനുദിനം ആ ദിനം അടുത്ത് വന്ന് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. പരസ്പരം മറ്റുള്ളവർ ദേവാലയത്തിൽ പോകാൻ, ഞായറാഴ്ച ബലി പങ്കെടുക്കാനായിട്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുക. നമുക്ക് പ്രാക്ടിക്കലായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് അപ്പുറം എഴുതിയ കാര്യങ്ങളാണ് ഇന്നും പ്രസക്തമായിരിക്കുന്നത്. അത് നമ്മുടെ ഹൃദയത്തിൽ പരിശോധന ചെയ്യുന്നതാണ്. മിശിഹായുടെ വഴിയായിട്ട് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. കർത്താവ് ദൈവസന്നിധിയിൽ അപ്പൻ്റെ അടുത്തേക്ക് പോകാനുള്ള ആ ഒരു പാസ്പോർട്ട് അല്ലെങ്കിൽ പാസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മിശിഹാ വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഈശോയുടെ സ്വന്തക്കാരാണെന്നുള്ള വാക്യം, ആ സ്വന്തമുള്ള വ്യക്തം, അത് ഈശോയുടെ രക്തത്താൽ ചിന്തപ്പെട്ടതിൻ്റെ പരിണതമായിട്ട് നമ്മളങ്ങോട്ട് ചേർക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അത് നമുക്ക് പ്രവേശനം അങ്ങോട്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയല്ല, നമ്മളാരും പുറത്തു നിൽക്കേണ്ടവരല്ല, കർത്താവിനൂടെ അകത്ത് നിൽക്കേണ്ടവരാണ്. അവബോധം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തിരശ്ശീല എന്നുണ്ടായിരുന്നെങ്കിൽ അത് കർത്താവിൻ്റെ തിരുശരീരം ആ ശീലയാക്കി മാറ്റി അതിനപ്പുറത്തേക്ക് നമ്മൾ കടത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. അവിടുന്ന് മേൽനോട്ടക്കാരനായിട്ടായി വചനം പറയാം, മേൽനോട്ടക്കാരനായിട്ട്, അവിടുന്ന് മഹാപുരോഹിതനായിട്ട് മേൽനോട്ടക്കാരൻ, നമ്മൾ സൂപ്പർവൈസർ, നമ്മളെ കാണുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ദർശിക്കുന്നുണ്ട്, രക്ഷ നേടുന്നുണ്ട്. പലപ്പോഴും അങ്ങനെ അന്ന് പലസ്തീനയിൽ വെച്ചാണെങ്കിൽ ശിഷ്യന്മാരെല്ലാം പോയി അവർ വലിയ അത്ഭുത പ്രവർത്തനം ചെയ്തു, രോഗശാന്തി നൽകി, നിങ്ങൾ പോകാൻ പറഞ്ഞയച്ചു, വലിയ ഉപദേശമൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടതാണ്. നിങ്ങൾ 2 ഉടുപ്പെടുക്കേണ്ട, നിൻ്റെ സഞ്ചിയും എടുക്കേണ്ട, ഒന്നും വേണമെന്ന് പറഞ്ഞയച്ചില്ല. പോയിച്ച് തിരിച്ചു വന്നപ്പോൾ എന്താ പറഞ്ഞാൽ വലിയ ആഹ്ലാദിച്ചു വന്ന് കർത്താവ് ഒന്നും അറിയുന്നില്ലെന്നാണ് വിചാരിച്ചു. വലിയ ഭയങ്കര വാർത്ത എന്ന് പറയുന്ന അക്ഷരത്തിൽ പുതിയ വാർത്ത പറയുന്ന പോലെയാണ്. കർത്താവ് ഞങ്ങൾ ചെയ്തു, വചനം പ്രഘോഷിച്ചു, അപ്പോൾ രോഗികൾ സുഖമാക്കപ്പെട്ടു, ബേദകരി. കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുഴുവൻ ഇവരുടെ പ്രവൃത്തികളെ മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നേ. അവിടെയാകൊന്ന് പറഞ്ഞിരിക്കുക, വലിയ വാർത്ത പറയുന്നതല്ലേ. കർത്താവ് പറഞ്ഞു അതൊക്കെ കൊള്ളാം, സാത്താൻ ഇടിമിന്നൽ പോയി വീഴുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ വചനം പ്രഘോഷിച്ച് കഴിയുമ്പോൾ സാത്താൻ ഇടിമിന്നൽ വീഴുന്നത് ഞാൻ കണ്ടു. പക്ഷേ നിങ്ങൾ അതിലും സന്തോഷിക്കേണ്ട, നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകം എഴുതപ്പെട്ടതിനെ സന്തോഷിക്കുന്ന പറയുന്നത് കണ്ടില്ലേ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് മേൽനോട്ടക്കാരനായിട്ട് ഒരാൾക്ക് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ്. നമുക്കിപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യ അവബോധമില്ലല്ലോ. ഈശോയുടെ സാന്നിധ്യം ഗ്ലോറിഫൈഡ് ബോഡിയാണ്, ഈശോയുടെ ഗ്ലോറിഫൈഡ് മൗത്തീകരിക്കപ്പെട്ട ശരീരമാണ്. അത് അടച്ചിട്ട കഥക് തുറക്കാതെ അകത്ത് കയറിയ ശരീരം. ആ ശരീരം അദൃശ്യമാണ്, വിശ്വാസത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആ വിശ്വാസം നമ്മൾ കാണുമ്പോഴാണ് ഹീസ് വിത്ത് മീ, എനിക്ക് എൻ്റെ കൂടെയുണ്ടെന്നുള്ള അനുഭവം ഉണ്ടാകും. അത് നമ്മുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. നിരന്തരമായ ആ വചനാനുഭവത്തിലൂടെ മാത്രമേ ഈ സാമീപ്യ അനുഭവം ഉണ്ടാവുള്ളൂ. സാമീപ്യമുള്ള ആൾക്കാരാണ് വലിയ വചനപ്രഭാഷകരായി നമ്മൾ കാണുന്നത്. അവരാണ് എപ്പോഴും വാ തുറന്നാൽ തന്നെ ദൈവസ്തുതിപ്പുകൾ ഉയർത്തുകയും ശക്തമായി മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിവുണ്ടാകുകയും പരിശുദ്ധാത്മാവിന് പ്രവാഹം ഉണ്ടാകും. അതിൻ്റെ പരിണതഫലമായിട്ട് രോഗസൗഖ്യമൊക്കെ ഉണ്ടാകുകയില്ല. രോഗസൗഖ്യം എപ്പോഴും ഉണ്ടാകുന്ന നിർബന്ധമൊന്നുമില്ല. സൗഖ്യം നമുക്ക് ആവശ്യമായി, എന്താ വ്യക്തിത്വത്തിന്, അവിടെയാണ് സൗഖ്യം ആവശ്യമായിരിക്കും. പാപമാണ് നമ്മുടെ സൗഖ്യത്തെ നശിപ്പിച്ചത്, അത് വീണ്ടെടുക്കുക എന്നുള്ള അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ട് ആന്തരിക ശുദ്ധീകരണം ആവശ്യമാണ്. അത് നമ്മൾ ശുദ്ധജലത്തിൽ നമ്മൾ തട്ടി ഉണർത്തണം പരസ്പരം. അതുകൊണ്ട് കൂട്ടായ്മയിലൂടെ വ്യാപിക്കാനായിട്ടുള്ള അവബോധം നമുക്കുണ്ടാകണം. അത് മാറ്റിമറിക്കാൻ പറ്റില്ല. കൂട്ടായ്മ അനുഭവത്തിലൂടെയാണ് നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുക. ഈ ഒരു സത്യം ഇന്ന് മങ്ങിപ്പോയിട്ടുണ്ട്. അതായത് എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ചാൽ പോരെ, അല്ലെങ്കിൽ വേണ്ട സ്ക്രീനിൽ കുർബാന കണ്ടാൽ പോരെ. സ്ക്രീനിൽ കുർബാന കാണുന്നുണ്ട്, നല്ല കാര്യം തന്നെ, ആർക്ക് വേണ്ടിയിട്ടാണ്. പണ്ട് കോവിഡ് കാലത്തപ്പം ഒരു മുട്ടുശാന്തികളൊക്കെ സമ്മതിച്ചായിരുന്നു. അതിനുശേഷം ഇപ്പം പ്രായമുള്ളവർക്ക് ദേവാലയത്തിൽ നടന്നു വരാൻ നിവൃത്തിയില്ലാത്ത വീട്ടിലിരുന്നുകൊണ്ട് ശാലോം ടി വിയിലൊക്കെ കുർബാന കാണുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കുർബാന പങ്കെടുക്കുക എന്നുള്ള കൂട്ടായ്മ അനുഭവമായിരിക്കേണ്ടതാണ്. ആ കൂട്ടായ്മ അനുഭവം മറ്റവർക്ക് ഒരു പേഴ്സണലായിട്ടൊരു ശാന്തി കിട്ടുന്നു. കൂട്ടായ്മ അനുഭവം ഉണ്ടാണെങ്കിൽ ദേവാലയത്തിൽ വന്ന് നിൽക്കുകയും അവരുടെ കൂടെ ചേരുകയും ചെയ്യാം. അത് അത്യാവശ്യമായ കാര്യം. ഇതിൻ്റെ എല്ലാം സമാപനത്തിൽ അന്നത്തെ സുവിശേഷത്തിൽ ഈശോ വളരെ മനോഹരമായ മീൻപിടുത്തത്തിന് പോയ ശിഷ്യന്മാരെന്നാ ചെയ്തത്? അവരിങ്ങനെ പേടിച്ച് വിറച്ച് ശിഷ്യത്വത്തിന് തന്നെ പിന്നോക്കം പോയി. അതാണ് അതിൻ്റെ രസം.
ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് ഉരുവാക്കി എല്ലാം ബോധ്യപ്പെടുത്തി ഒക്കെ ചെയ്യാം, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അവസാനം മനസ്സിനെ ബാധിച്ചു വരും ഭയവും അതുപോലെ തന്നെ ഒരുപാട് നഷ്ടബോധവും ഒക്കെ ആയിക്കൊണ്ട് പത്രോസ് ഒരിടത്ത് പോയി ഇങ്ങനെ ഒരു മാട്ടച്ചാരി നിൽക്കുക. ആ കൂടെ വേറെ 6 പേരും കൂടെ പോയി നിന്നു. അത് ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ അപ്പൻ തോമസ്, ദീദിമോസ് എന്ന് വിളിക്കുന്ന തോമസ്, പിന്നെ മറ്റൊരാളാണ് നത്താനായേക്കാൾ നിഷ്കളങ്കനായ ഇസ്രായേൽക്കാരെന്ന് കർത്താവ് നത്താനായൽ, അത് അവിടെ പോയി നിൽക്കുക. പിന്നെയുള്ള സബദീപുത്രന്മാർ 5 പേരായില്ലേ. 5 പേര് കൂടാതെ പിന്നെ 2 പേരും കൂടെ ഉണ്ടെന്നാണ് ഞാൻ 2 പേര് ഫിലിപ്പോസ് അന്ത്രയോസുമാണെന്ന് പറയും. ഇവര് ഇങ്ങനെ ഒന്നിച്ച് ഈ പത്രോസിൻ്റെ അടുത്ത് പോയി വട്ടം ചൂടി നിൽക്കുക. നേതാവ് പത്രോസാണല്ലോ എപ്പോഴും. അങ്ങനെ നിൽക്കുക. പത്രോസ് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ വെറുതെ പാഴ്ജന്മമായിപ്പോയി നമ്മുടെ പരിപാടി. അവിടെ നമുക്ക് പൊക്കളയാം മീൻ പിടിക്കാനായിട്ട്, വല്ലതും കിട്ടുമോ നോക്കട്ടെ, ചുമ്മാ വെറുതെ എന്തിനാ സമയം കളയുന്നത്, തന്നെയല്ല പട്ടണത്തോട് നടക്കാനും മേലെ പോയാലോ എല്ലാം കൂടെ കാറി കൂയി നമ്മളെ പേരും വിളിച്ച് പറഞ്ഞ് പട്ടാളക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോയെങ്കിൽ അതും പ്രശ്നമാകും. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകേണ്ട കാര്യം, നമുക്ക് പഴയ പണിക്ക് വാങ്ങാം. മീൻ പിടിക്കാൻ പോകുമ്പോൾ ആരും പ്രത്യേകം ശ്രദ്ധിക്കത്തില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യത്വത്തിൽ നിന്ന് പിന്മാറി. ഇതാണ് സത്യം. കർത്താവ് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് ശിഷ്യത്വം പിന്മാറി എന്തെല്ലാം തത്വോപദേശം കൊടുത്ത് ഉറപ്പിച്ചിട്ട് പോയതാണ്. നിങ്ങൾക്കിങ്ങനെ പീഡനങ്ങളുണ്ടാകും, നിങ്ങളെ പിടിച്ചു കെട്ട്, നിങ്ങൾ അങ്ങോട്ടും കൊണ്ട് ഇങ്ങോട്ടും ഇതെല്ലാം പറഞ്ഞ് ഇതെല്ലാം പോയി, ഉള്ളിൽ നിന്ന് അതെല്ലാം പോയി. പിന്നീട് അത് ഓർത്ത് കേട്ടോ പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞപ്പോൾ. പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ അതല്ല. അതെല്ലാം പോയിട്ട് നഷ്ടപ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പോയി മീൻ പിടിക്കാൻ ചെന്നിട്ട് എന്നായിരുന്നു? ഈശോയോടുകൂടി അല്ലെങ്കിൽ ഒരു ഫലവും ഉണ്ടായില്ല. അവർ നേരം വെളുക്കുമ്പോൾ വരെ രാത്രി മുഴുവനെ വലയിറങ്ങി ഒരു പരലിനെ പോലും കിട്ടിയില്ല. ഏത്താ പറഞ്ഞത് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞത് മറന്നുപോയായിരുന്നു. അതായത് മുന്തിരിവള്ളി ശാഖയിൽ താഴ്ത്തങ്ങൾ ബന്ധപ്പെട്ടിരുന്നെങ്കിൽ ഫലം പൊറുപ്പിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അതൊന്നും മറന്നുപോയി, അതെല്ലാം മറന്നുപോയിട്ട് തന്നിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോയി. മീൻ പിടിക്കാൻ വേണ്ടി വെളുക്കം വരെ നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് ഉഷസ്സായപ്പോൾ കർത്താവ് അങ്ങോട്ട് ചെന്നു കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അത് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചു. നോക്കി ആ ഭാഗം എത്ര മനോഹരമായിരുന്നു. യോഹന്നാൻ 21:14 വരെ. ഇതിന് ശേഷം യേശു തിബേരിയസ് കടൽത്തീരത്ത് വെച്ച ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ്, ദീദിമോസ് എന്ന് വിളിക്കുന്ന തോമസ്, ഗലീലായിലെ ഖാനായിൽ നിന്നുള്ള നത്താനിയേൽ, സബദീപുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. വേറെ 2 ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ അന്ത്രയോസും ഫിലിപ്പോസും. അപ്പോൾ ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ നിന്റെ കൂടി വരും. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഇതാണ് സുവിശേഷ ഭാഗമാണ് കേട്ടോ. യോഹന്നാൻ 21 അധ്യായം. 20 അധ്യായത്തിൻ്റെ അവസാനം സുവിശേഷം തീർന്നതാണ്. പക്ഷേ ഇത് പിന്നീട് വീണ്ടും അതിന് അനുബന്ധമായിട്ട് എഴുതി ചേർത്തതാണ്. അപ്പോൾ ഉഷസായപ്പോൾ ഈശോ കടൽക്കരയിൽ വന്ന് നിന്നു. ഇത് ജീവിതാനുഭവമാവേണ്ടതല്ലേ? നമ്മുടെ ജീവിതത്തിൽ നിരാശപ്പെട്ട് കരഞ്ഞ് പോയി കിടന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ രാത്രിയിൽ തന്നെ സ്വപ്നത്തിലെങ്കിലും കാണുന്നില്ലേ സമീപത്ത് ഈശോ വന്ന് നിൽക്കുന്നത്? ഈശോ സമീപത്ത് വന്ന് നിൽപ്പുണ്ടെന്ന് നമ്മുടെ വിശ്വാസത്തിന് കണ്ണൊന്ന് തുറന്നാൽ മതി. അവിടെ വന്ന് നിൽപ്പുണ്ട്. കാരണം ഇതാരാ? തേടി വരുന്ന കർത്താവാണ്. വെളിപാടിന് ദൈവം മനുഷ്യനെ തേടി വരുന്ന ദൈവമാണെന്ന്. അല്ലാതെ അങ്ങോട്ട് വിളിച്ചിട്ട് അവിടെ വന്നിരുന്നോളാം ആരാധിക്കാൻ വന്ന ദൈവമല്ല. തന്നെ നമ്മളെ തേടി വരുന്ന ദൈവം. അതാ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം എന്ന് പറയും. അതുതന്നെയായിരുന്നു പഴയ നിയമത്തിലും. ദൈവം തേടി വന്നതല്ലേ? ആ തേടി വന്നതാണ് തീക്കട്ടയുടെ രൂപത്തിൽ, അല്ലെങ്കിൽ ഭക്തിനാളുകളുടെ രൂപത്തിൽ, അല്ലെങ്കിൽ ഭയങ്കരമായ മേഘത്തിൻ്റെ രൂപത്തിലൊക്കെ കടന്ന് തേടി വരുന്ന ദൈവമാണ്. ആ ദൈവമല്ലേ എല്ലാ പരിപാലനയുള്ള സംരക്ഷിച്ച് നൽകി അവർക്ക് എന്തെല്ലാം കൊടുത്തു. അവരെ വിമോചിപ്പിച്ചില്ലേ? ശത്രുവിൻ്റെ കരങ്ങളെ ശക്തമായി വിമോചിപ്പിച്ച് കൊണ്ടുപോയിട്ട് മരുഭൂമി നടത്തി ചെങ്കടൽ കടത്തി അപ്പുറേ കൊണ്ടുപോയി. ഇതൊക്കെ ഈ ദൈവം തന്നെയല്ലേ ചെയ്തത്? എന്നിട്ട് അവർക്ക് മന്ന നൽകി, ഭക്ഷണം നൽകി, കാടപ്പക്ഷികളെ നൽകി, പാറപൊട്ടി ജലം നൽകി. ഈ ദൈവം തന്നെയാണ് അന്നും ഇന്നും എന്നും ഉള്ളത്. ഇന്നുമുള്ളത് ആ ദൈവം തന്നെയല്ല. പഴയ കഥകളൊന്നുമല്ലത്. അത് അന്ന് അവരുടെ രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കണ്ടെത്തേണ്ടതല്ലേ? ആ ദൈവം തന്നെയല്ലേ മനുഷ്യൻ്റെ അവതരിച്ചു വന്നിരിക്കുന്നത്. അവിടെ നമ്മുടെ പാവപരിഹാരാർത്ഥമായിട്ട് ബലിയർപ്പിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി കർത്താവ് പറഞ്ഞാച്ചല്ലേ പോയത്, ഞാൻ പോകുന്നു, നല്ലതാണ്, അല്പം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണും. ഇതൊക്കെ പറഞ്ഞു പിടിപ്പിച്ചതാണല്ലോ. എന്നിട്ട് പോയിട്ട് ഞാൻ വീണ്ടും വരും, നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞതല്ലേ കർത്താവ്. ഇതൊക്കെ വിട്ടുപോയി. ഇതെല്ലാം വിട്ടുപോയിട്ട് പഴയ പണിക്ക് നിരാശരായ ശിഷ്യത്തിൽ അകന്നു മാറിപ്പോയി. ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഫലവും കിട്ടിയില്ല. അപ്പോൾ ഇത് കർത്താവ് കണ്ടുകൊണ്ടായിരിക്കണേ. നമ്മുടെ പ്രവർത്തിയിൽ കർത്താവ് കണ്ടുകൊണ്ടായിരിക്കും. ഈശോ ഉപേക്ഷിച്ച് പോകുന്നതും കർത്താവ് കണ്ടുകൊണ്ടായിരിക്കും. കർത്താവ് കൊണ്ട് വേദനിച്ച് അവിടെ വന്ന് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചു. എന്നാ പറയുന്നത്? ആ ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു. അത് യേശുവാണെന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കിയില്ല.
യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? ഇല്ല എന്ന് അവർ പറഞ്ഞു. മീൻ വല്ലതും ഉണ്ടോ എന്നാണ് ചോദിച്ചേ. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലത്ത് വശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകത്ത് മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിക്കുന്ന ആ ശിഷ്യൻ പത്രോസിന് പറഞ്ഞു, അത് കർത്താവാണ്. അപ്പം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഈശോയെ തിരിച്ചറിയുന്ന സ്നേഹം കൊണ്ട് മാത്രമേ തിരിച്ചറിയുള്ളൂ. അപ്പോൾ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ശിഷ്യൻ തിരിച്ചറിഞ്ഞു പെട്ടെന്ന് അത് കർത്താവാണെന്ന് ശിഷ്യപ്രമുഖൻ പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമോൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറംകുപ്പായി എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ ഇരുന്നു. അപ്പോൾ അവർ കരയിൽ ഏകദേശം 200 മുഴത്തിലധികം അകലെയായിരുന്നു. കരയ്ക്ക് അടുത്തെത്തിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തെക്കുറിച്ച് കൊണ്ടുവരുവിൻ. അതാണ് നമ്മൾ പറയപ്പെടുന്നത്. അതായത് കർത്താവ് ഓൾറെഡി റെഡിയാണ് നമുക്ക് വേണ്ടി. പക്ഷേ നമ്മൾ പിടിച്ച മത്സ്യം കൂടി വേണം, നമ്മുടെ ഭാഗഭാഗത്തും കൂടി വേണം, അല്ല വെറുതെ പറ്റില്ല. അതുകൊണ്ട് നിന്റെ ഉത്തരവാദിത്വം കൂടി വേണം. അതുകൊണ്ട് കൊണ്ടുവരുവേനെന്ന് പറഞ്ഞു. ഉടനെ ശിമോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കയറ്റി. അതിൽ 153 മത്സ്യങ്ങൾ, പ്രതികാലം എന്ന് പറഞ്ഞാൽ ജനതകളെ മുഴുവൻ, ജനതകളെ ഉദ്ദേശിച്ച് 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നു. വല കീറിയില്ല. ആ വല സഭയുടെ പ്രതീകമാണ്. അതങ്ങ് കീറുന്ന വലയൊന്നുമല്ല, കീറിയ ശീസ്മിയാണ്. കീറുക എന്ന് പറഞ്ഞാൽ ശീസ്മിയ. വല കീറിയില്ല. ഈശോ പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കും. ഇതാണ് കാത്തിരിക്കുന്ന കർത്താവ്. വന്ന് പ്രാതൽ കഴിക്കും. കർത്താവ് പ്രാതൽ ഒരുക്കി വെച്ചിരിക്കും. വന്ന് പ്രാതൽ കഴിക്കുവേൻ. ഇന്ന് ശിഷ്യന്മാർ എന്താണ്, നീ ആരാണെന്ന് അവർ ചോദിക്കാനൊട്ട് മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. അതാണ് യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം കണ്ടോ ശിഷ്യന്മാർക്ക് 3-ാം പ്രാവശ്യം പ്രത്യക്ഷപ്പെടുക. ഇതല്ലേ സംഭവം എന്ന് പറയുന്നത്. ഇത് അനുദിനം ആവർത്തിക്കുന്ന ഒരു കാര്യമല്ലേ നോക്കി. അവിടെ ചരിത്രം സംഭവിച്ച ഒരു കാര്യമായിട്ട് റിപ്പോർട്ടഡ് ഫാക്റ്റായിട്ട് നമ്മൾ കാണരുത്. അങ്ങനെയല്ല. അത് നൗ ഇറ്റ് റിപ്പീറ്റ്സ് ഇൻ മൈ ലൈഫ്. കണ്ടിന്യൂസ് ആയിട്ട് എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഞാൻ ഈശോ ഇല്ലാതെ, ദൈവസാന്നിധ്യമില്ലാതെ എൻ്റെ പണിക്ക് പോയി കഴിയുമ്പോൾ നിഷ്ഫലമായിത്തീരും. എൻ്റെ കച്ചവടവും പൊട്ടുന്നു, എനിക്കൊരു ഫലവുമില്ല. ആ പാട് ഞാൻ നിരാശനായത്. അപ്പോൾ നീ തിരിച്ചറിയേണ്ടതല്ലേ, നീ കർത്താവിനെ കൂട്ടിക്കൊണ്ടാണോ പോയെ? നീ രാവിലെ കുർബാന കണ്ടിട്ടാണോ പോയെ? നീ ഒന്ന് സന്ധിപ്പാട് നടത്തിയിട്ടാണോ കിടന്നുറങ്ങിയത്? നിനക്ക് ഈശോയുടെ സാമീപ്യ അനുഭവത്തെക്കുറിച്ച് ചിന്തയുണ്ടായോ? ഉണ്ടായി എങ്കിൽ നിനക്ക് പ്രത്യാശയുണ്ടാവും. പ്രത്യാശ ഉണ്ടെങ്കിൽ നീ ചെയ്യുന്നതിന് ഫലം ഉണ്ടാവും. മനസ്സിൻ്റെ ശക്തി എന്ന് പറഞ്ഞ പ്രത്യാശയിൽ നിന്നാണ്. അപ്പോൾ അതിന് ഫലം ഉണ്ടാവും, നീ വിജയിക്കും. അതില്ലാതെ നീ പിന്നെ അഹങ്കരിച്ച് തനിക്ക് താൻ പോരുമ്പോൾ ഞാൻ മിടുക്കണമെന്ന് വേണ്ടി പണിയാൻ തുടങ്ങുമ്പോൾ തന്നെ നീ പരാജയപ്പെടും. പരാജയപ്പെട്ട് കഴിയുമ്പോൾ തകർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് കർത്താവ് വീണ്ടും വിളിക്കുന്നത് കേൾക്കാനുള്ള വിശ്വാസം വേണം. കുഞ്ഞുങ്ങളെ, ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം ഇന്ന് വളരെ സ്നേഹമസൃണമായ ചോദ്യം നമ്മുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ അവന് നിൽക്കുന്നത്. അതുകൊണ്ട് ആ ചോദ്യം ഇന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒന്നും കിട്ടിയില്ലേ നിൻ്റെ ജീവിതത്തിൽ? നിനക്ക് തൊഴിൽ കിട്ടിയില്ലേ? നിനക്ക് യാതൊന്നും നേടാൻ കഴിയുമുണ്ടായിരുന്നില്ലേ? നിനക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു നിരാശപ്പെട്ടു പോകുന്നത്? ആ പോകുന്ന പോക്കില്ല നീ വഴിതെറ്റി പോകുന്നത്. കർത്താവ് നിന്നോട് ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ, നീ തിരിച്ച് ദൈവത്തിലേക്ക് വരുവിൻ. അപ്പോൾ ശിഷ്യത്വം പുനരുദ്ധരിക്കപ്പെടുന്നതാണ് അവിടെ കാണുന്നത്. അതായത് ശിഷ്യത്വം നഷ്ടപ്പെട്ടു പോയ കർത്താവ് പുനരുദ്ധരിക്കുന്നു. ആ 7 പേരെ കൃത്യം നമുക്കറിയാം ആരൊക്കെയായിരുന്നു, ഞാനിപ്പോൾ പറഞ്ഞുവല്ലോ. അപ്പോൾ ശിഷ്യത്വം ഉപേക്ഷിച്ച് പോയവർ തന്നെത്താൻ പ്രവർത്തിച്ചാൽ ഫലമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഈശോയുടെ കൂടെ അധ്വാനിച്ചപ്പോൾ ഫലമുണ്ടായി. അപ്പോൾ അതാണ് കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെന്ന് വിളിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം. ഓൾഡ് ടെസ്റ്റമെന്റിലെ ഹെസദ് എന്ന് പറയുന്ന ഒരു വലിയ വാക്കുണ്ട്. ഹെസദ് എന്ന് പറഞ്ഞാൽ കരുണയാണ്. അതോടൊപ്പം തന്നെ കടന്നു നോക്കുകയാണ് എമാത്ത് എന്ന് പറയുന്ന സ്നേഹം. ആ കരുണയും സ്നേഹം ആ ഡിഫൈൻ ചെയ്യേണ്ട ഓൾഡ് ടെസ്റ്റമെന്റിൽ കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. അവിടുന്ന് കോപിക്കുന്ന വിമുഖനാണ്, സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുദാരനാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 34 അധ്യായം 6 വാക്യങ്ങൾ പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് കർത്താവിൻ്റെ ശക്തി കണ്ടില്ലേ, ആ വചനത്തിൻ്റെ ശക്തി. വലത്തോട്ട് മാറ്റി വലയിടുക എന്ന് പറയുന്ന വചനമാണ്. ആ വചനത്തിൻ്റെ ശക്തി അത് ചെന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കരമായ അത് എഫക്റ്റ് ഉണ്ടായി.
വചനത്തിന് ശക്തി ഞങ്ങൾ ബോധ്യമുണ്ടാകും. കാനായിൽ അതല്ലേ നമ്മൾ കണ്ടത്. അവൻ പറയും നിങ്ങൾ ചെയ്യുക എന്നുള്ള ആ വചനത്തിൻ്റെ ശക്തി എന്ത് ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് രാജഭൃത്യൻ്റെ മകനെ സ്വക്കരാന്ന് കർത്താവിൻ്റെ അടുത്ത് വന്നു കഴിയും, നീ പൊക്കോളുവേൻ എന്നാ പറഞ്ഞേ, പൊക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ നിമിഷത്തിൽ അവൻ സുഖപ്പെട്ടില്ലേ. അവൻ ചെന്ന് കണ്ടപ്പോൾ ശിഷ്യന്മാർ ഇങ്ങോട്ട് വരുന്നു. എന്തുകൊണ്ടാണ് ആ സുഖപ്പെട്ടിരിക്കുന്നത്? എപ്പോഴാണ് കർത്താവ് പറഞ്ഞ നിമിഷത്തിൽ തന്നെ സുഖം പ്രാപിച്ചു. യോഹന്നാന്റെ സുവിശേഷം 4:41-51 വാക്യങ്ങൾ നമ്മളിത് കാണുക. അപ്പോൾ വചനമനുസരിച്ച് ജീവിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ വല കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു. അപ്പോൾ വചനം അനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതം ഫലഭൂയിഷ്ടമായി തീരും, ഫലസമൃദ്ധി ഉണ്ടാകും. അതുപോലെ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചുള്ള പ്രവാചകന്മാർ. അപ്പോൾ അതുകൊണ്ട് സ്നേഹം തിരിച്ചറിയാനായിട്ട് കഴിയണം. സ്നേഹിതനായ ആൾ തിരിച്ചറിഞ്ഞു കർത്താവിനെ. അപ്പോൾ ആ സ്നേഹം തിരിച്ചറിയണം. അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് മാത്രം ഈശോ വിശ്വസിക്കുന്ന ആരെ? ഈശോ അങ്ങനെയുള്ള വിശ്വസിക്കുക. അത്ഭുതങ്ങൾ കണ്ട് മാത്രം പുറകെ വരുന്ന കർത്താവ് വിശ്വസിക്കാറില്ല. കർത്താവ് വിശ്വസിക്കുന്ന സ്നേഹത്തിൽ തൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരെയാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ എപ്പോഴും സ്നേഹത്തിൽ ഒന്നിപ്പിക്കാൻ ആഗ്രഹിക്കും. അതുകൊണ്ടാണ് ഒന്നിപ്പിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒന്നിക്കപ്പെടുന്ന സമൂഹമാണ് അത് സഭ എന്ന് പറയുന്നത്. ആ പത്രോസ് പെട്ടെന്ന് എടുത്തുചാടി പിന്നെ അതിനുശേഷം തിരിച്ചു വന്നിട്ട് ആ വള്ളം വലിച്ചു കയറ്റുന്ന പത്രോസിനെ. അപ്പം സഭയെ നയിക്കുന്നത് പത്രോസാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ നിറഞ്ഞ ആ വല അകത്ത് കയറ്റി. അതുകൊണ്ട് ജനപദങ്ങളാണ് ഉദ്ദേശിച്ച് നോക്കണം. 151 മത്സരങ്ങൾ പറയുമ്പോൾ അത് സകല ജനപദങ്ങളെയാണ്. പണ്ട് അബ്രഹാമിനോട് പറഞ്ഞ നിന്നിലുള്ള എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ് അതിൻ്റെ സാക്ഷാത്കാരമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ വല കീറിപ്പോയില്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ശിസ്മയൊന്നും ഉണ്ടായില്ല എന്നൊരു അർത്ഥം. കർത്താവിന് പറയാം, ഞാൻ ഭൂമിയിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അത് വാസ്തവത്തിൽ ഒരു കുർബാനാനുഭവമാണെന്ന് പറയാം. അപ്പം അടുത്ത് കർത്താവ് കുർബാനാനുഭവമാണ്. ആ കുർബാനാനുഭവമാണ് ശിഷ്യത്വത്തെ പുനരുദ്ധരിക്കുന്നത്. പരിശുദ്ധ കുർബാനയുടെ പുനരുദ്ധാരണം നടക്കുന്നുണ്ട്. അപ്പോൾ വന്നു പ്രാതൽ കഴിക്കുവേൻ, അപ്പോൾ അപ്പം എടുത്ത് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് കുർബാനയുടെ അനുഭവം കൂടിയാണെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഇന്നത്തേതുപോലെ അനാഫറൊക്കെ ക്രമീകരിച്ച് വെച്ച കുർബാനയല്ല അന്നുണ്ടായിരുന്നത്. കർത്താവ് നേരിട്ടങ്ങ് പറയുന്ന ആ വചനത്തിൻ്റെ അനുസരണം ആ അപ്പം എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് കുർബാന അനുഭവം ഉണ്ടായി. ആ അനുഭവത്തേക്ക് നമ്മെ വിളിക്കണം. അതുകൊണ്ട് നമ്മളിവിടെ സമാപിപ്പിക്കാം. ഇന്നത്തെ ചിന്തനങ്ങൾ മുഴുവനും തന്നെയും ഈശോ ആകുന്ന വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന നമ്മുടെ ചിന്തകളും നമ്മുടെ എല്ലാവിധ ആശയങ്ങളെല്ലാം ഈശോയിലേക്ക്, കർത്താവിലേക്ക്, തെളിഞ്ഞു നിൽക്കുന്ന കർത്തൃ സാന്നിധ്യത്തിലേക്ക്, അവിടുത്തെ സാമീപ്യം നമുക്ക് അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാകും. തന്നെയല്ല ജീവൻ തുടിക്കും നമ്മുടെ ആത്മാവിൽ. അപ്പോൾ നമുക്ക് വലിയ പ്രത്യാശ ഉണ്ടാകും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉറപ്പുണ്ടാകും. മാത്രമല്ല അതിന് ഫലം ഉണ്ടാകുകയും ചെയ്യും. ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള കൃപ കർത്താവ് ധാരാളമായിട്ട് നൽകട്ടെ. കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പരാജയത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഉണ്ടാകട്ടെ ഇപ്പോഴെപ്പോഴും. ആമേൻ.